അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ബുഷിക്ക് ഉറക്കം വന്നില്ല. കാര്യം മറ്റൊന്നുമില്ല, സിനാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നതുകൊണ്ട് തന്നെ. അവളുടെ ഭർത്താവിന് മുമ്പിൽ അവളതെല്ലാം മറച്ചു വെച്ചു. ഞാൻ അദ്ദേഹത്തോട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കും. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു പക്ഷേ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിഷമം കാണേണ്ടി വരുമല്ലോ. പിന്നെ ഒരു ശത്രുത അവിടെ വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റബ്ബേ, ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ മനസ്സിലെ വിഷമങ്ങൾ, വേദനകളെല്ലാം ഞാൻ ഉള്ളിൽ വെക്കുന്നു റബ്ബേ. അവൾ തൻ്റെ ഭർത്താവിനെ ആ ഒരു ഡിം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നോക്കി. പാവം, ദയനീയമായ മുഖം. അദ്ദേഹം ഉറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും. കാരണം അദ്ദേഹം ഒരു പാവം മനുഷ്യനാണ്. എന്താ ചെയ്യുക, ഇങ്ങനത്തെയുള്ള ആളുകളെ ചൂഷണം ചെയ്യാൻ പല ആളുകളും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ കഴിവുകേടിനെ ദുരുപയോഗം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ് ഡോക്ടർ സിനാൻ. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. പക്ഷേ ഇത്രയും ക്രൂരമായി അയാൾ ചിന്തിക്കാൻ പാടുണ്ടോ? എത്രമാത്രം സൈക്കോയാണോ അയാൾ? ശരിക്കും ബുഷി അയാളെക്കുറിച്ച് ഓരോന്ന് വിചാരിച്ചു. അതെ, എന്തൊക്കെ വന്നാലും അയാളെക്കുറിച്ചൊന്ന് പരാതി കൊടുക്കുവാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ ഭർത്താവിനെ തന്നെ അവനില്ലാതാക്കാനും മടിക്കില്ല. ഷാമിലുമായുള്ള ആ ബന്ധം ഒരിക്കലും ഞാനും അവനും ഇപ്പോഴൊരു ബന്ധമില്ല. ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവനും ഞാനും സ്നേഹത്തിലായിരുന്നു, ഇഷ്ടത്തിലായിരുന്നു, വിവാഹത്തിന് വേണ്ടി കാത്തു നിന്ന ആളുകളായിരുന്നു. പക്ഷേ പഠിച്ചവനെ, ഇപ്പോൾ ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച്, ഷാമിലിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴവനെൻ്റെ സഹോദരനെ പോലെയാണ്. കാരണം ഭർത്താവ് ഉണ്ടാകുമ്പോൾ മറ്റൊരുത്തിനെക്കുറിച്ച് വേണ്ടാത്ത രീതിയിൽ ചിന്തിക്കുന്നത് അത് തികച്ചും തെറ്റായ കാര്യമാണ്. ഒരിക്കൽ പോലും ഞാൻ അതിന് കൂട്ടു നിൽക്കുന്നില്ല. പഠിച്ചവനെ, അല്ലാഹ്, അതെ, മരിക്കോളം എൻ്റെ ഭർത്താവിൻ്റെ കൂടെ, അദ്ദേഹത്തിന് ഒന്നിനുമുള്ള കഴിവ് നീ നൽകിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കും മരിക്കോളം. ഈ ബുഷിയുടെ മനസ്സിൽ അതാണുള്ളത് റബ്ബേ. എങ്കിലും അദ്ദേഹത്തെ ചതിക്കാൻ ഞാൻ തയ്യാറല്ല. അവൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ആ രാത്രി ഒരുപാട് ലേറ്റായി. ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. നേരം പുലർച്ചെ അതാ നമ്മുടെ ഡോക്ടർ ഉറക്കമുണർന്നു. അദ്ദേഹം ആ ഒരു ഇരുട്ടിലേക്ക് നോക്കി. ഞാൻ ചെയ്യുന്നത് തികച്ചും തെറ്റാണ്. ഒരു പെൺകുട്ടിയെ പോലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എൻ്റെ ഉമ്മാൻ്റെ പണിയാണ് ഇതൊക്കെ. ബുഷിയെ ഞാൻ എൻ്റെ കൂടെ നിർത്തുന്നത് ശരിയല്ല. തികച്ചും മോശമായ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത്. അത്രക്കും നല്ലൊരു പെണ്ണിനെ പ്രസവിക്കാൻ കഴിവുള്ള ആ ഒരു പെണ്ണിനെ എൻ്റെ കൂടെ നിർത്തി കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ ഭാവി ജീവിതം നഷ്ടപ്പെടും. റബ്ബേ, ഞാൻ എന്താ ചെയ്യുക? അവളോടെല്ലാം തുറന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകാൻ പറഞ്ഞാലോ? എനിക്കൊരിക്കലും അവളെ ഒഴിവാക്കാൻ കഴിയില്ല. കാരണം എനിക്കവളെ ഇഷ്ടമാണ്, ബുഷി ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ അവൾ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, ഞാൻ അവളെ ഒരിക്കലും പിടിച്ചു വെക്കുന്നില്ല. എന്തെന്നറിയില്ല, അൻഷിഫിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കടന്നു കൂടിയത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ. തലേ ദിവസം രാത്രിയിലെ ആ ഒരു ഫോൺ വിളി, അവളുടെ ഭയം എല്ലാം കൂടി ആയപ്പോൾ ഒരു പക്ഷേ അൻഷിഫിന് കാര്യങ്ങളെല്ലാം മനസ്സിലായോ? പക്ഷേ മനസ്സിലായ ഭാവമൊന്നും അവൻ കാണിക്കുന്നില്ല. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഫ്രഷായി. പ്രാർത്ഥനയും ഖുർആൻ പാരായണവും പതിവ് പോലെ കഴിഞ്ഞു. എന്നാൽ അപ്പോഴേക്കും ബുഷിയും എഴുന്നേറ്റിരുന്നു. സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഞാൻ എഴുന്നേൽക്കുന്ന സമയത്തതാ ഖുർആൻ പാരായണം ചെയ്യുന്ന ആ ഒരു മനോഹരമായ ദൃശ്യമാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. റബ്ബേ, എൻ്റെ ഭർത്താവ് എല്ലാത്തിനും നല്ല ഉഷാറാണ്. എൻ്റെ ഭർത്താവിന് അത്യാവശ്യം ക്യാഷുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല വീടും പറമ്പും സ്ഥലവും വാഹനവും എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവിനില്ലാത്ത ഒരേ ഒരു കാര്യം ഈ ഒരു കാര്യം മാത്രമാണ്. അല്ലാഹുവേ, നീ വിചാരിച്ചാൽ റഹ്മാനെ അതെല്ലാം കൊടുക്കാൻ നിനക്ക് കഴിയുമല്ലോ. എൻ്റെ ഭർത്താവ് പാവം മനുഷ്യനാണ്, അദ്ദേഹത്തെ നീ രക്ഷിക്കണമല്ല. അവൾ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം അതാ രാവിലെ ബുഷി കിച്ചണിലേക്ക് ഇറങ്ങി.
ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി. ഇക്കാക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും കാര്യങ്ങളും അതും സെറ്റാക്കി. അതിനിടയിൽ അവൾ അത് മറന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി പോഷകാഹാരങ്ങൾ തയ്യാറാക്കുവാനും ഒരിക്കലും എൻ്റെ ഭർത്താവ് വിഷമിക്കാൻ പാടില്ല, അദ്ദേഹത്തിന് സന്തോഷമുണ്ടാകണം. അങ്ങനെ അദ്ദേഹം ഫ്രഷായി കുളിച്ചു മാറ്റി അവിടെ എത്തി ടേബിളിന് മുമ്പിൽ. ബുഷി, അപ്പോൾ നീ ഒരുങ്ങിയില്ലേ? അതെന്താ ഇന്നെന്താ ഈ ഒരു വേഷത്തിൽ? അതെ, അവൾ ആ ചുരിദാർ മാത്രമായിരുന്നു ധരിച്ചിരുന്നത്. അവൾ യൂണിഫോം ധരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ബുഷി, സമയം ലേറ്റാവുന്നു പെണ്ണേ. എന്ത് കുക്കിംഗ് കഴിഞ്ഞില്ലേ? ഇക്ക, കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. പക്ഷേ ഇക്ക, ഞാൻ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല. ഒരു നിമിഷം ആൻഷിഫ് ഞെട്ടിപ്പോയി. ബുഷി, നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ പോകുന്നില്ല ഹോസ്പിറ്റലിലേക്ക്. എന്താ മോളെ, നിനക്ക് എന്തെങ്കിലും വലിയ പ്രശ്നം? ഏയ്, ഒന്നുമില്ല. എന്നാൽ ഭക്ഷണത്തിൻ്റെ മുമ്പിലിരുന്ന അൻഷിഫിന് ഭക്ഷണം കഴിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ തല താഴ്ത്തിയിരിക്കുകയാണ്. എന്തു പറ്റി? ഭക്ഷണം കഴിക്കുക ഇക്ക, ഭക്ഷണം കഴിക്കുക. എന്താ, ഞാൻ വായിലേക്ക് വെച്ച് തരണോ? ബുഷിയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്ക് കേട്ട് അവനൊന്ന് ഞെട്ടി. അതൊന്നും വേണ്ട. പിന്നെന്താ ഇങ്ങനെ? ബുഷി, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നീ ഏതായാലും ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ, ശരിയായിരിക്കാം. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോടും പറയാനുണ്ട്. അതുകൊണ്ട് നീ ഇന്നൊന്ന് ഫ്രീ ആവണം. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല. പകരം ഞാനും നീയും ഒരു പുറത്തേക്ക് ഒരു യാത്ര. ശരിക്കും അവൾ ഞെട്ടി. ഇക്ക, ഹോസ്പിറ്റലിൽ ഒരുപാട് കേസസ് ഉള്ളതല്ലേ? അത് ഞാൻ ഈവനിങ്ങിലേക്ക് മാറ്റിക്കോളാം, കുഴപ്പമില്ല കേട്ടോ. നീ ഒന്ന്. എന്നാൽ പെട്ടെന്ന് ഉമ്മ വന്നു. മോനെ, നീ എന്താ ഭക്ഷണം കഴിക്കാത്തത്? മോളെ, എന്താ കഴിക്കാത്തത്? ഉമ്മ, അത് ഇക്ക. ഉമ്മ, ഞാൻ കഴിച്ചു. മോനെ, അത് പറഞ്ഞാൽ പറ്റില്ല. മോളെ, അവൻക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കും മോളെ. എന്നാൽ ആ ഡോക്ടറിന് വേണ്ടിയിട്ട് അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാം സെറ്റാക്കി കൊടുക്കുന്നു. മതി, പിന്നെ നീ വേഗം ഫ്രഷായി മാറ്റിരിഞ്ഞു വാ. അങ്ങനെ ബുഷി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു യാത്ര ചെയ്യുവാൻ വേണ്ടി നിൽക്കുന്നു. എന്നാൽ ഉമ്മ അത് കണ്ട് പറഞ്ഞു. മോളെ, പിന്നെ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വെച്ചോളാം, എല്ലാം ഞാൻ സെറ്റ് ആയിക്കോളാം. നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോളി. എൻ്റെ മനസ്സമാധാനം സന്തോഷവും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുക എന്നതിലാണ്. എന്നാൽ പതിവ് പോലെ ബുഷിയുടെ ഫോണിലേക്ക് കോൾ വരുന്നു. അവൾ ഫോൺ എടുത്തില്ല. എന്നാൽ അൻഷിഫ് ആ ഫോൺ അവളുടെ നേരെ നീട്ടി. അതിലെഴുതിയിരുന്നു, സിനാൻ സാർ. ബുഷി, ഫോൺ എടുക്ക്. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, എന്തെങ്കിലും എന്നെ സംശയിച്ചെങ്ങനെ ചെയ്തോ? അവൾ ഭയന്നു. എങ്കിലും അവൾ അവളുടെ ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം മാറ്റിയൊരുങ്ങി അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഉമ്മ, പോയിട്ട് വരാം. മക്കളിന്ന് എങ്ങോട്ടാ? ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകണമോ? ആയിക്കോട്ടെ, ഹാപ്പി ആയിരിക്കട്ടോ മോളെ. അവനെ പറഞ്ഞ് മനസ്സിലാക്കട്ടോ കാര്യങ്ങളൊക്കെ. ഓനെ കൈവിട്ട് പോകല്ലേട്ടോ. അന്നും ഉമ്മ ഇറങ്ങുമ്പോൾ അതായിരുന്നു പറഞ്ഞത്. അങ്ങനെ നമ്മുടെ അൻഷിഫ് കാർ ഓടിക്കുന്നു. ആദ്യമൊന്നും ഒന്നും സംസാരിച്ചില്ല. എന്നാൽ അവൻ തന്നെ മുൻകൈ എടുത്ത് സംസാരിച്ചു. പിന്നെ ഞാൻ എങ്ങോട്ട് പോകുന്നെന്നോ നമ്മൾ എങ്ങോട്ടാണെന്നോ എന്ന് നീ ചോദിച്ചില്ലല്ലോ ബുഷി. ഇക്ക, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അതുവരെ വരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ എന്നെ ഒരിക്കലും സുരക്ഷിതമല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകില്ലെന്ന് എനിക്കറിയാം. അങ്ങയുടെ കൈകളിൽ ഞാൻ ഭദ്രയാണ്. ശരിക്കും അതെ, തന്നിലുള്ള വിശ്വാസം തൻ്റെ ഭാര്യയുടെ വാക്കിലൂടെ കേട്ടപ്പോൾ അവൻ്റെ മനസ്സ് നിറഞ്ഞു. ഒരു നിമിഷം അവളെ എങ്ങനെ ഞാൻ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് തോന്നി. എന്നാൽ ഒരുപാട് സമയം സഞ്ചരിച്ചു. ഒരാളൊഴിഞ്ഞ സ്ഥലത്തേക്ക് അവളെ കൊണ്ടുപോയി. വളരെയധികം വിജനമായിരുന്നു ആ സ്ഥലം. ശരിക്കും ഒരു കാട് പോലെ. ബുഷി ഒന്ന് ഭയന്നു. ഇക്ക, നമ്മൾ എങ്ങോട്ടാ? മോളെ, നമ്മളുടെ മനസ്സിലെ വിഷമങ്ങൾ ദുഃഖങ്ങളൊക്കെ അറിയാൻ ഈ ഒരു പ്രകൃതിയാണ് നമുക്ക് വേണ്ടത്. അപ്പുറത്തേക്ക് നോക്കൂ. ആ ഒരു കാഴ്ച കണ്ട് അവൾ ശരിക്കും ഞെട്ടി. അതേ, വളരെയധികം മനോഹരമായ ഒരു മലഞ്ചെരുവ് പോലെയുള്ള സ്ഥലം.
ശരിക്കും ബുഷി അത് കണ്ട് ആസ്വദിച്ചു. എന്ത് ഭംഗിയാണല്ലേ. അതെ, ഇതൊക്കെ സൃഷ്ടിച്ച പടച്ച റബ്ബ് എനിക്ക് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതും പടച്ച റബ്ബ്. പക്ഷേ നമ്മൾ പഠിച്ചവനൊരിക്കലും കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. നടക്കാൻ കഴിയാത്ത, കാലുകൾ കൊണ്ട് നടക്കാൻ കഴിയാത്ത, കൈകൾ കൊണ്ട് പിടിക്കാൻ കഴിയാത്ത, നിലത്തൂടെ ഇഴഞ്ഞു പോകുന്ന, മുട്ടിലിഴയുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ അൽഹംദുലില്ലാ എനിക്ക് പഠിച്ച നല്ല അനുഗ്രഹം തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിന്നോട് മാപ്പ് പറയണം മോളെ. ഇക്ക, മാപ്പോ? ആർക്ക്? നിന്നോട്. എന്നോട് നീ ക്ഷമിക്കണം മോളെ, നിന്നെ ഞാൻ ചതിച്ചതാണ്. ഇക്ക പ്ലീസ് അങ്ങനെ പറയരുത്. അതെ മോളെ ബുഷി, ഞാൻ നിന്നെ ചതിച്ചതാണ്. അതായത് എനിക്ക് നീയുമായി ബന്ധത്തിലേർപ്പെടാൻ കഴിയും എന്നൊന്നും എനിക്ക് ആദ്യമേ അറിയില്ലായിരുന്നു. പിന്നെ ആരുടെയൊക്കെ നിർബന്ധത്തിന് വേണ്ടി ഞാനങ്ങ് മനസ്സോടു കൂടി ഇതിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. എന്നോട് ക്ഷമിക്കണം. ആദ്യമേ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ബുഷി, എന്താ? മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താ അത്? ബുഷി, ഞാനൊരിക്കലും നിന്നെ ഇങ്ങനെ എൻ്റെ കൂടെ നിർത്തുന്നത് ശരിയല്ല. അതിനുള്ള നഷ്ടപരിഹാരം ഞാൻ തരുക തന്നെ വേണം. ബുഷി, ഞാൻ ചോദിക്കുന്നു നിന്നോട്, നിനക്ക് താല്പര്യമില്ലെന്നില്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയാൻ ഞാൻ തയ്യാറാണ്. ഒരു നിമിഷം ബുഷി ഞെട്ടിപ്പോയി. ഇക്ക, അതെ, നിന്നെ ഞാൻ ഒഴിവാക്കി തരാം. നിന്നെ ഞാൻ വിവാഹമോചിതയാക്കി തരാം. നിനക്ക് നിൻ്റെ ഇഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുക്കാം. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ കലങ്ങുന്ന പോലെ അവൾക്ക് തോന്നി. അതെ സിനാൻ ഞാനുമായി ബന്ധം സ്ഥാപിക്കുവാൻ നിൽക്കുന്നത് എങ്ങനെയോ അൻഷിഫ് അറിഞ്ഞതായിരിക്കാം. അതുറപ്പുണ്ട്. അല്ലാതെ എന്നോട് ഇങ്ങനെയൊക്കെ പറയുമോ? ഇക്ക, നിങ്ങൾ എന്തേ പറയുന്നത്? ബുഷി, ഞാൻ തയ്യാറാണ്. നിന്നെ ഞാൻ വിവാഹമോചിതയാക്കി തരാം. നിനക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ജീവിതം നീ തുടർന്നോളൂ. ഒരിക്കൽ പോലും ഞാൻ നിന്നെ തടവിലാക്കുകയില്ല. ഒരിക്കലും സുഖം തരാൻ കഴിയാത്ത, സ്നേഹം തരാൻ കഴിയാത്ത ജീവിതത്തിലേക്ക് നിന്നെ ഞാൻ ഇനിയും ക്ഷണിക്കുന്നില്ല. നിനക്കുള്ള ഇഷ്ടപ്പെട്ട ജീവിതം നിനക്ക് തിരഞ്ഞെടുക്കാം. ബുഷി, ഇത് ഞാൻ മനസ്സറിഞ്ഞ് പറയാണ്. ഒരിക്കലും ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തില്ല. എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ഹെൽപ്പും ഞാൻ തയ്യാറാക്കി തരും. എല്ലാം ഞാൻ ചെയ്തു തരും. പക്ഷേ ഞാൻ നിന്നെ വിവാഹമോചിതയാക്കി തന്നാൽ ഒരു പക്ഷേ നിനക്ക് ഇഷ്ടമുള്ള സുഖമുള്ള ജീവിതം നിനക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. എൻ്റെ കൂടെ ജീവിച്ച് നിൻ്റെ നല്ല ജീവിതകാലം ഒരിക്കലും നീ കളയണ്ട പെണ്ണെ. അദ്ദേഹം കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത്. എന്നാൽ അത് കേട്ട ബുഷി പൊട്ടിക്കരയുകയായിരുന്നു ചെയ്തത്. അതെ, ജീവന തുല്യം സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ വിതുമ്പിക്കരയുന്നത് കണ്ട് ശരിക്കും അതാ അൻഷിഫിൻ്റെ മനസ്സലിയുകയായിരുന്നു. അതെ ഇക്ക, ഇല്ല, ഒന്നും വേണ്ട, അങ്ങയുടെ സ്നേഹം മാത്രം മതി എനിക്ക്. എന്നോട് എന്തിനാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? അതെ, ബുഷി കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു. ബുഷി, നിൻ്റെ ജീവിതം അത് സുഖവും സന്തോഷവും നിറഞ്ഞതാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വിവാഹമോചിതയാക്കി തരാൻ തയ്യാറാണ്. നീ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്, അത് നിനക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കുന്നത് എനിക്ക് കാണണം. ഇക്ക പ്ലീസ്, ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഞാനൊന്നും അങ്ങയുടെ കൂടെയുള്ള ജീവിതം മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ശരിക്കും അതാ അവൾ വിതുമ്പിക്കൊണ്ടാണ് അത് പറഞ്ഞത്. എന്നാൽ ഇത് ബുഷി എങ്ങനെ സ്വീകരിക്കും? അവളെ വിവാഹമോചനം ചെയ്തു തരാൻ തയ്യാറാണ് എന്നാണ് നമ്മുടെ ഡോക്ടർ പറഞ്ഞത്. അതെ, ബുഷിക്ക് താല്പര്യമുണ്ടാകുമോ അങ്ങനെ ഒരു ജീവിതത്തിന്? ബുഷി അതിന് സമ്മതിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ബുഷിയുടെ ചിന്താഗതി എന്തായിരിക്കും? അവൾ വിവാഹമോചനം ആവശ്യപ്പെടുമോ?
അതോ അവർ പഴയ പോലെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ പോകുമോ? നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.